ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തില് ഉർവശിയുടെയും പുരൂരവസിന്റെയും കഥ തുടരുകയാണ്. ഉർവശിയുടെ അഭാവം മൂലം സ്വർഗത്തിൽ ഇന്ദ്രൻ അസ്വസ്ഥനായി. വേഗം ഉർവശിയെ തിരികെ കൊണ്ടുവരാൻ ഗന്ധർവന്മാരെ അയച്ചു. കൂരാക്കുരുട്ടുള്ള ഒരു രാത്രിയിൽ ഗന്ധർവന്മാർ പുരൂരവസിന്റെ കൊട്ടാരത്തിലെത്തി ഉർവശിയുടെ പ്രിയപ്പെട്ട ആട്ടിൻകുട്ടികളെ അപഹരിച്ചു. ഇതറിഞ്ഞ ഉർവശി വളരെ രൂക്ഷമായ ഭാഷയിൽ രാജാവിനെ അപമാനിച്ചു. വല്ലാത്തൊരു ഉദ്വേഗത്തിൽ അദ്ദേഹം വാളെടുത്ത് പാഞ്ഞുപോയി. വിവസ്ത്രനാണെന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല. ഗന്ധർവന്മാർ ആട്ടിൻകുട്ടികളെ അവിടെ തന്നെ ഉപേക്ഷിച്ചു. അവരെയും കൊണ്ട് തിരികെ നടന്ന പുരൂരവസിനെ ഉർവശിക്ക് കാണാൻ പാകം ഒരു മിന്നൽ പിണ സൃഷ്ടിച്ചു. നിബന്ധനകൾ തെറ്റിയതോടെ ഉർവശി ആ അവസരം ഉപയോഗിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പുരൂരവസ് വല്ലാതെ വിഷമിച്ചു. കുറേ കാലം കാട്ടിൽ അലഞ്ഞു നടന്നു. ഉർവശിയെ തേടിയുള്ള യാത്രയിൽ അവസാനം അദ്ദേഹം കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശിയെ വീണ്ടും കണ്ടുമുട്ടി. ഉർവശി അവരുടെ സഖിമാരോടൊപ്പം വളരെ സന്തോഷമായിട്ട് മേളിച്ചു നിൽക്കുന്ന സമയത്താണ് പുരൂരവസ് ഉർവശിയെ വീണ്ടും കാണുന്നത്. പുരൂരവസ് ഉർവശിയോട് വീണ്ടും തന്നോടൊപ്പം ചേരണമെന്ന് ഒരുപാട് അപേക്ഷിച്ചു. പക്ഷേ ഉർവശി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഉർവശി പറയുകയാണ്, വളരെ മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ് ഉർവശി, അങ്ങനെയുള്ള സ്ത്രീകളെ ഒരിക്കലും വിശ്വസിച്ചുകൂടാ, അവർ മറ്റുള്ളവരെ ചതിക്കുന്നവരാണ്. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പുരൂരവസ് വിട്ടുകൊടുത്തില്ല. വീണ്ടും വീണ്ടും അപേക്ഷിച്ചും കൊണ്ട് നിന്നു. അങ്ങനെ ഉർവശി അവസാനം പുരൂരവസിനോട് പറയുകയാണ്, വർഷത്തിൻ്റെ അവസാനം പുരൂരവസിന് വീണ്ടും കുരുക്ഷേത്രത്തിൽ വെച്ച് ഉർവശിയെ കാണാം, വീണ്ടും അദ്ദേഹത്തിന് ഉർവശിയിൽ സന്താനങ്ങൾ ഉണ്ടാകും എന്ന്. അടുത്ത വർഷം ഉർവശിയെ കണ്ടുമുട്ടിയപ്പോൾ പുരൂരവസിന് വീണ്ടും അവരെ പിന്തിരിഞ്ഞ് പോകാനായിട്ടുള്ള വിഷമമാണ് ഉണ്ടായത്. അത് കാരണം ഉർവശി വീണ്ടും പുരൂരവസിനോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഗന്ധർവന്മാരെ പ്രാർത്ഥിച്ച് എന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് വീണ്ടും സമ്മാനമായിട്ട് കിട്ടാനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഗന്ധർവന്മാരുടെ അടുത്ത് സമർപ്പിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ഉർവശി പറയുന്നതനുസരിച്ച് പുരൂരവസ് ഗന്ധർവന്മാരോട് പ്രാർത്ഥിക്കുന്നു. അവർ പുരൂരവസിന് ഒരു അഗ്നിഹോത്രം ചെയ്യാനുള്ള അഗ്നിസ്ഥലി, അതായത് ഒരു ഫയർ പോട്ട് സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. പുരൂരവസാകട്ടെ ഈ പാത്രത്തെ ഉർവശിയാണെന്ന് തെറ്റിദ്ധരിച്ച് അതുമായി കുറേ കാലം കാട്ടിൽ അലഞ്ഞു നടന്നു. വീണ്ടും അഗ്നിഹോത്രം നടക്കുന്ന സമയത്ത് ഇതിൽ നിന്നും അഗ്നി ഉണ്ടായതിനാൽ പുരൂരവസിന് പെട്ടെന്ന് മനസ്സിലായി ഇത് ഉർവശിയല്ല, ഇത് അഗ്നി ഉണ്ടാകുന്നൊരു പാത്രമാണ്. അങ്ങനെ പുരൂരവസ് അത് കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. എല്ലാ ദിവസവും രാത്രി ഉർവശിയെ ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ് പിന്നീട് കാണുന്ന കാഴ്ച. കുറേ കാലം അങ്ങനെ കടന്നുപോയി. ത്രേതായുഗം തുടങ്ങി. അങ്ങനെ ആ സമയത്ത് പുരൂരവസിൻ്റെ മനസ്സിൽ അഗ്നിഹോത്രത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദയമുണ്ടായി. അങ്ങനെ വീണ്ടും പുരൂരവസ് താൻ പണ്ട് കാട്ടിൽ ഉപേക്ഷിച്ച ഫയർ പോട്ട്, അതായത് ആ ഒരു അഗ്നിഹോത്രം ചെയ്യുന്ന പാത്രത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായി. വീണ്ടും കാട്ടിൽ ചെന്ന് അത് തിരഞ്ഞു. അത് തിരഞ്ഞപ്പോഴേക്കും അവിടെ ഒരു അശ്വത്ഥം ഉണ്ടായി നിൽക്കുകയായിരുന്നു. അവിടെ ഒരു മരമുണ്ടായി നിൽക്കുകയായിരുന്നു. ആ മരത്തിൽ നിന്നും 3 കമ്പുകൾ എടുത്ത് പുരൂരവസ് അഗ്നിഹോത്രം നടത്തി. അരണി കടഞ്ഞ് അഗ്നിയുണ്ടായി. അങ്ങനെ ആ അഗ്നിയെ ധ്യാനിച്ച് പുരൂരവസ് എത്രയോ കാലം അഗ്നിഹോത്രം ചെയ്ത് അവസാനം അദ്ദേഹം ഗന്ധർവലോകത്തിൽ ഉർവശിയുമായി വീണ്ടും കൂടിച്ചേർന്നു എന്നാണ് കഥ പറയുന്നത്. ഇനി ഈ കഥാഭാഗത്തെ ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, മനുഷ്യരുടെ ബന്ധങ്ങൾ ഇതെല്ലാം എത്ര ക്ഷണികമാണെന്നാണ് ഭാഗവതം പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് അയാളുടെ ഇമോഷൻസ്, അയാളുടെ ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ മേലൊരു മാസ്റ്ററി ഉണ്ടായില്ലെങ്കിൽ ചെന്നായ്ക്കൾ ആക്രമിക്കുന്നത് പോലെ ഇവ മനുഷ്യനെ ആക്രമിച്ചു കീഴടക്കും. അതുകൊണ്ട് ഇവയുടെ മേൽ ഒരു മാസ്റ്ററി, ഉടമസ്ഥാവകാശം തന്നെ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. യജമാനനെ പോലെ പ്രവർത്തിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഗന്ധർവന്മാർ ശത്രുക്കളാണോ ശരിക്കും? ഗന്ധർവന്മാർ പുരൂരവസിനെ
യഥാർത്ഥ സാധനയിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ സാധന, അഗ്നിഹോത്രം, ഇങ്ങനെയുള്ള സാധനകൾ കൊണ്ട് പുരൂരവസിൻ്റെ ലസ്റ്റിനെ ഡിവോഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് കോൺടെംപ്ലേഷൻ, എപ്പോഴും നിരന്തരമായി എന്തിനെയാണോ ധ്യാനിക്കുന്നത് അത് നമ്മളെ അതിലേക്ക് തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും സ്പിരിച്വൽ ആണെങ്കിലും എന്താണോ നമ്മൾ നിരന്തരം മനസ്സിൽ ധ്യാനിക്കുന്നത് അതിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സമയത്ത്, ശരിയായ സമയത്ത് ശരിയായ വിസ്ഡം, ശരിയായ പോംവഴികൾ നമ്മളിലേക്ക് എത്തും എന്നാണ് ഭാഗവതം പറയുന്നത്. പുരൂരവസിന് അഗ്നിഹോത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചതുപോലെ തന്നെ ഓരോ ജ്ഞാനവും നമ്മളിലേക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് എത്തും. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഏതൊക്കെ വിധത്തിൽ ഭജിച്ചാലും ധ്യാനിച്ചാലും വർഷിപ്പ് ചെയ്താലും അതെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാനെ തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്, പൂജിക്കുന്നത് എന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം പറയുകയാണ്. യേ യഥാ മാം പ്രപദ്യന്തെ താം തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശഃ. ഇനി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാഠം എന്ന് പറയുന്നത്, എത്ര മോശമായിട്ടുള്ള, എത്ര ടോക്സിക്, മാനിപ്പുലേറ്റീവായിട്ടുള്ള, മിസറബിൾ ആയിട്ടുള്ള ഒരു റിലേഷനും ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് പോലെ നമ്മളെ എലിവേറ്റ് ചെയ്യും എന്നുള്ളതാണ്, നമ്മളുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള ക്ഷമ, സാധന, ഭക്തി ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു ബന്ധത്തെയും ബന്ധനമായി മാറുന്നതിൽ നിന്നും തടഞ്ഞ് നമ്മളുടെ മനസ്സിനെ തന്നെ ഉയർത്താനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് മാറ്റിക്കൊണ്ടുവരാനും സാധിക്കും. ഇവിടെ പുരൂരവസ് ഉർവശിയോടുള്ള ബൗണ്ട്ലെസ് അഫെക്ഷൻ, അത്രയ്ക്ക് അമിതമായിട്ടുള്ള ഒരു ആവേശം, അതിനെയാണ് അഗ്നിയിലുള്ള ഒരു വിശ്വാസമായിട്ട് അല്ലെങ്കിൽ അഗ്നിയിലുള്ള പൂജയായിട്ട് മാറ്റുന്നത്. ആ അഗ്നി പുരൂരവസിൻ്റെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലെ അഴുക്കുകളെല്ലാം അഗ്നിയിൽ ഹോമിച്ചതുപോലെ പോയിട്ട് പുരൂരവസിൻ്റെ മനസ്സിന് ആ ശുദ്ധി ലഭിക്കുന്നു. അങ്ങനെ ഒരു വലിയൊരു ഗ്രേറ്റർ പർപ്പസിലേക്ക് പുരൂരവസിൻ്റെ ജീവിതത്തിനെ വഴികാട്ടിയായിട്ട് അഗ്നി നയിക്കുകയാണ്. ഇതാണ് സാധനയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. എല്ലാവർക്കും നന്ദി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.